പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശിനെ വിടാതെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സവർണ ഫ്യൂഡൽ മാടമ്പി മാനസികാവസ്ഥയാണ് സതീശിന്റെ പരാമർശത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്ന് കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെടുന്നത്. അർജുൻ മട്ടന്നൂരാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. അർജുൻ, ഇതാ വി.ഡി. സതീശിനെതിരെ വീണ്ടും വിമർശനവുമായി എത്തുകയാണ് വെള്ളാപ്പള്ളി. ഇതിലിതാ ഹൈക്കമാൻഡിന്റെ നിലപാട് എന്താണ് എന്ന ചോദ്യം കൂടിയാണ് വെള്ളാപ്പള്ളി ഉയർത്തുന്നത്. അതുതന്നെയാണ് വിനീത. വി.ഡി. സതീശിനെ വിടാൻ വെള്ളാപ്പള്ളി ഉദ്ദേശിക്കുന്നില്ല എന്നത് വ്യക്തമാവുകയാണ്. തുടർച്ചയായ ദിവസങ്ങളിൽ വിമർശനങ്ങൾ തുടരുക തന്നെയാണ്. ഇത്തവണ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തോടാണ് വെള്ളാപ്പള്ളി നടേശന്റെ ചോദ്യങ്ങൾ. ഈ കാര്യത്തിൽ ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കണം എന്നതാണ് വെള്ളാപ്പള്ളി പ്രധാനമായും പറയുന്നത്. SNDP യോഗത്തെ വി.ഡി. സതീശൻ തെരുവിലിട്ട് ആക്ഷേപിക്കുകയാണ്. ഗുരുദേവ ദർശനങ്ങളെയും ആക്ഷേപിക്കുകയാണ്. സതീശന്റേത് സവർണ ഫ്യൂഡൽ മാടമ്പി മാനസികാവസ്ഥയാണ് എന്നും വെള്ളാപ്പള്ളി നടേശൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. സതീശന്റെ നീക്കങ്ങൾ പറവൂരിലെ ഈഴവ സമുദായത്തിന്റെ പിന്തുണ മറന്നുകൊണ്ടാണ്. സതീശൻ സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങില്ല എന്ന് പറഞ്ഞ ആളാണ്. പക്ഷേ NSS ആസ്ഥാനത്ത് 1.5 മണിക്കൂറോളം വി.ഡി. സതീശൻ തിണ്ണ നിരങ്ങിയ കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട്. സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങില്ല എന്ന് പറഞ്ഞ വി.ഡി. സതീശൻ മറ്റൊരു കാറിലാണ് സീറോ മലബാർ സഭയുടെ സിനഡ് സമയത്ത് സീറോ മലബാർ സഭ ആസ്ഥാനത്തേക്ക് പോയത്. ഇതും ഈ ഇരട്ടത്താപ്പാണ്. മാത്രവുമല്ല, ഇത്തരത്തിൽ പലപ്പോഴും ഈഴവ വിഭാഗത്തെ പ്രീണിപ്പിക്കാനുള്ള ശ്രമങ്ങളും വി.ഡി. സതീശൻ നടത്തുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട്. ശരി, ഏതായാലും ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് എന്താണ് എന്ന് ആരായുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. രൂക്ഷമായ ഭാഷയിലാണ് ഇന്നും പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കുന്നത്.